ഗാസയിലെ ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവം ഇന്നലെ ബ്രിട്ടനിൽ നടന്നിരിക്കുന്നു. UK സർക്കാർ ഇസ്രായേലിനെതിരെ ചില കടുത്ത നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഭീമൻ കത്ത് UK സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നിയമജ്ഞരും അക്കാദമിക വിദഗ്ധരും ന്യായാധിപന്മാരും ഉൾപ്പെടുന്ന 800-ലധികം പേരാണ് ഈ കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 828 പേരാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇസ്രായേലിന് മേൽ കനത്ത ഉപരോധം ഏർപ്പെടുത്താനും ഗാസയിലെ ക്രൂരതകൾ ഉടൻ അവസാനിപ്പിക്കാനും കത്തിൽ അവർ ആവശ്യപ്പെട്ടു. കത്തിൽ ഒപ്പുവെച്ച ഒരാളായ സർ അലൻ മോസസ് പറഞ്ഞത്, അന്താരാഷ്ട്ര നിയമത്തിലെ ചുമതലകൾ നമ്മൾ UK-യിൽ നിർവഹിക്കാതെ നമുക്ക് സമാധാനം പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എന്നായിരുന്നു. അപ്പീൽസ് കോർട്ടിലെ ഒരു മുൻ ജഡ്ജാണ് അദ്ദേഹം. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ തന്നെ ഭാവിക്ക് ഒരു ഭീഷണിയാണ്. കത്തിൽ ഒപ്പുവെച്ച മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: ഇസ്രായേലിനെ നിയന്ത്രിക്കാതിരുന്നാൽ അത് ലോകത്ത് അരാജകത്വം അഴിച്ചുവിടുന്നതിന് തുല്യമായിരിക്കും എന്നാണ് കാനർ ഗിയർട്ടി ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഒരു പ്രൊഫസറാണ് അദ്ദേഹം. UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത്. UK-യിലുള്ളവരോ യോഗ്യരോ ആയ അഭിഭാഷകരും നിയമവിദഗ്ധരും മുൻ ന്യായാധിപന്മാരുമാണ് ഞങ്ങൾ എന്നതാണ് ഭീമൻ കത്തിലെ ആദ്യ വാചകം. അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ, അതായത് ഗാസ, വെസ്റ്റ് ബാങ്ക്, ഈസ്റ്റ് ജെറൂസലം എന്നിവിടങ്ങളിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ദുരന്തത്തെക്കുറിച്ചോർക്കുമ്പോൾ വലിയ ആശങ്ക ഉള്ളത് കൊണ്ടാണ് ഈ കത്ത് ഞങ്ങൾ തയ്യാറാക്കുന്നത് എന്നതാണ് കത്തിലെ അടുത്ത വാചകം. തുടർന്ന് ഗാസയിലെ വംശഹത്യയെ പറ്റിയാണ് കത്ത് പരാമർശം നടത്തുന്നത്. 11 ആഴ്ച നീണ്ട ഉപരോധത്തെ തുടർന്ന് ഗാസക്ക് ഇപ്പോൾ ലഭിക്കുന്ന നാമമാത്രമായ മാനുഷിക സഹായത്തെ പറ്റിയാണ് പിന്നീട് കത്ത് പരാമർശിക്കുന്നത്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഇസ്രായേലിന്റെ പുതിയ നടപടികളെയും കത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കത്തിൽ ഒപ്പുവച്ചവരുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ് കത്തിൽ അടങ്ങിയിരിക്കുന്നത്. UK ഗവൺമെന്റിന് അന്താരാഷ്ട്ര സമൂഹത്തോട് ഒരു കടപ്പാടുണ്ട്. നിയമവാഴ്ചയെയും അന്താരാഷ്ട്ര മര്യാദകളെയും പാലിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ UK ഗവൺമെന്റ് നിർബന്ധമായും ചെയ്യണം എന്ന് പറഞ്ഞ് ചില നടപടികൾ കത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അഥവാ UK ഗവൺമെന്റ് ഇനി പറയുന്ന കോൺക്രീറ്റ് ആക്ഷൻസിനെ എത്രയും വേഗത്തിൽ നടപ്പിലാക്കണം എന്നാണ് കത്തിൽ പറയുന്നത്. കത്തിൽ പറയുന്ന ആ കോൺക്രീറ്റ് ആക്ഷൻസ് ഇനി പറയുന്നു: എത്രയും വേഗത്തിൽ ഗാസയിൽ നിരുപാധികവും ശാശ്വതവുമായ ഒരു വെടിനിർത്തൽ നടപ്പിലാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുക. അതിലൂടെ ഗാസയിലെ ജനങ്ങൾക്ക് അടിയന്തരമായി സഹായം ഉറപ്പുവരുത്തുക. അധിനിവേശ പാലസ്തീനിൽ ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിക്കുമേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുക. നിയമലംഘനം നടത്തിയ ഇസ്രായേൽ മന്ത്രിമാർക്കും മറ്റു സിവിലിയൻ പട്ടാള ഉദ്യോഗസ്ഥർക്കും മേൽ സാമ്പത്തികവും ഇമിഗ്രേഷൻ സംബന്ധവുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക. UK ഗവൺമെന്റിന് ഇസ്രായേലുമായി നിലവിലുള്ള വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കുക. UK ഇസ്രായേൽ ബന്ധത്തിലുള്ള 2030 റോഡ് മാപ്പ് സസ്പെൻഡ് ചെയ്യുക. ഇസ്രായേലിനുമേൽ വ്യാപാര ഉപരോധങ്ങൾ ചുമത്തുക. ഗാസയിൽ നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ICJ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം UK ഗവൺമെന്റ് നിർവഹിക്കും എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് കത്തിൽ ആവശ്യപ്പെടുന്ന കോൺക്രീറ്റ് ആക്ഷൻസ് അഥവാ പ്രധാനമായും UK സർക്കാർ ചെയ്യേണ്ട നടപടികൾ. ഏതായാലും ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെ ക്രൂരകൃത്യങ്ങൾക്കു നേരെ മുന്നോട്ട് വരുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. ഇസ്രായേലിനുമേൽ ഇപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയാണ്.